ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്ന എക്കണോമിക്സ് ആക്ഷൻസ്, താരിഫിന്റെ പ്രശ്നങ്ങൾ ഇവയൊക്കെ നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ ഇപ്പോൾ സമീപകാലത്തെ ജിയോപൊളിറ്റിക്സിലും ഭൗമരാഷ്ട്രീയത്തിലുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കാനിടയുള്ള ഒരു വലിയ പ്രശ്നമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 30% താരിഫ് ഇന്ത്യ ചുമത്തിയാൽ അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളതാണ്. സാധാരണയായി താരിഫുകളും നികുതി ചുമത്തലുകളും സാമ്പത്തിക തടസ്സങ്ങളും മറ്റ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയാണ് ഉപയോഗിച്ചു വന്നത്. ലോകത്തെ സാമ്പത്തികമായി ഡോമിനേറ്റ് ചെയ്യാൻ അമേരിക്ക ഇതെല്ലാം പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറി. ആദ്യമായാണ് അമേരിക്കൻ സെനറ്റർമാർ ട്രംപിനൊരു കത്തെഴുതിയത്. അതിൽ പറഞ്ഞത് ഇന്ത്യ ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തിയിട്ടുണ്ടെന്നും അത് അമേരിക്കയുടെ ഉൾനാടൻ ഉൽപ്പാദനത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു. അതിനാൽ ഇന്ത്യയുമായി ചർച്ച നടത്തി ഈ താരിഫ് കുറയ്ക്കാൻ സമ്മതിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇതിപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ത്യയും അമേരിക്കയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്കെതിരെ ചുമത്തിയ സാമ്പത്തിക തടസ്സങ്ങൾ, ഇവയെല്ലാം അമേരിക്ക നേരിട്ട് നടപ്പിലാക്കുന്നതിന് മുൻപ് ആദ്യം ഭീഷണി മുഴക്കിയത് ഇന്ത്യക്കായിരുന്നു. കാരണം ചൈനയ്ക്കെതിരെ വലിയ നടപടികൾ എടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അമേരിക്ക തന്നെ ചൈനയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അങ്ങനെ ഇരിക്കെ അവർക്ക് എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു രാജ്യം അത് ഇന്ത്യയാണെന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇവിടെ ഞാൻ എളുപ്പമുള്ള ടാർഗറ്റ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയാൽ ഇന്ത്യ ഉറപ്പായും റഷ്യയിൽ നിന്ന് പിന്മാറുമെന്നൊരു ധാരണ അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവർ ആദ്യം 25% തുടങ്ങിയ താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തി. പിന്നീട് അത് 50% തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ 500% വരെയും താരിഫ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പോലും ഉണ്ടെന്ന തരത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ട്രംപ് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സന്തോഷത്തിലാണെന്ന് പറയാൻ കഴിയില്ല എന്ന്. എങ്ങനെയാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് ഇന്ത്യക്കാർക്ക് നന്നായി അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് നന്നായി അറിയാം. അതിനാൽ എനിക്കൊരു കോംപ്രമൈസ് നൽകുന്ന, സമാധാനം നൽകുന്ന, സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ത്യ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും നടത്തും എന്ന വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ ആരും വലിയ ശ്രദ്ധ നൽകാതിരുന്ന ഒരു കാര്യമാണ് And we could raise tariffs on them very quickly and it would be people are afraid of that. ഇന്ത്യ ഒരു സാമ്പത്തിക തടസ്സത്തെ അമേരിക്കയിൽ നിന്നും എതിർക്കേണ്ടി വരുമെന്നത്. സാമ്പത്തിക തടസ്സം എന്ന് പറയുന്നതിനേക്കാളും ഇത് വൻതോതിലുള്ള ഒരു നികുതി ചുമത്തലാണ്. അതിനാൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിലെ ചില പ്രത്യേക മേഖലകൾ വളരെയധികം ബാധിക്കപ്പെടും. പ്രധാനമായും പറഞ്ഞാൽ നമ്മുടെ വസ്ത്ര വ്യവസായം. ഇത് അമേരിക്കൻ നികുതി ചുമത്തൽ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ പറയാതെ വിട്ടൊരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ, ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ ചുമത്തിയ പ്രതികാര നികുതിയാണ്. ഇപ്പോൾ ഒക്ടോബർ മാസം എന്നാണ് കരുതുന്നത്. 18-20 തീയതികളിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നത്, എന്തിന് അമേരിക്ക മാത്രം നമ്മുടെ മേൽ സാമ്പത്തിക തടസ്സങ്ങളും നികുതി വർധനവും ചുമത്തണം? അതിനു മറുപടിയായി അമേരിക്കയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ, അമേരിക്ക കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിൽ എവിടെ അടിച്ചാൽ അവർക്ക് വേദനിക്കുമോ ആ ഉൽപ്പന്നങ്ങളിൽ നികുതി വർദ്ധിപ്പിക്കണം എന്നായിരുന്നു. ആദ്യം ഇതാരും വലിയ കാര്യമായി എടുത്തില്ല. നവംബർ മാസം 1-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് നമ്മൾ വലിയ തോതിൽ പയറുവർഗ്ഗങ്ങൾ വാങ്ങുന്നുണ്ട്, പലതരത്തിലുള്ള കടലകൾ. ഈ പാനിപ്പൂരി കടകളിലൊക്കെ പോയാൽ ഇവയൊക്കെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാനാകും. ലോകതലത്തിലെ ഈ പയറുവർഗ്ഗങ്ങളുടെ 27%-ലധികം ഉപഭോഗം നമ്മുടേതാണ്. അതിലേകദേശം 11% 2022 ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള കാലാവസ്ഥാ മാറ്റം മൂലം ഇവിടെ ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞു. അതിനാൽ അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്യേണ്ടി വരികയാണ്. ഇവയ്ക്കുമേൽ നികുതി വർദ്ധിപ്പിക്കുമെന്ന് അപ്പോൾ തന്നെ ഒരു അറിയിപ്പായി വന്നിരുന്നു. പക്ഷേ ഇത് പ്രധാനമായും ഒരു മാധ്യമവും കവർ ചെയ്തിട്ടില്ല. നവംബർ മാസത്തിൽ ഇത് പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞതൊഴിച്ചാൽ അതിനുശേഷം ഇതിനെക്കുറിച്ച് വലിയ വാർത്തകൾ എവിടെയും കാണാനില്ലായിരുന്നു. ഞാനും ഇതിനെ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2 അമേരിക്കൻ സെനറ്റർമാർ, നോർത്ത് ഡക്കോട്ട, മൊണ്ടാന, ഈ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സെനറ്റർമാർ, നോർത്ത് ഡക്കോട്ടയിലെ സെനറ്റർ കെവിൻ ക്രാമറും മൊണ്ടാനയിലെ സെനറ്റർ സ്റ്റീവ് ഡേനസും ട്രംപിനൊരു കത്തെഴുതിയിട്ടുണ്ട്. അതിലവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഒന്ന് മനസ്സിലാക്കാം. 30%-ലധികം ഇറക്കുമതി നികുതി അമേരിക്കയിലെ ചില പ്രത്യേക പയർ വർഗ്ഗത്തിനാണ് ചുമത്തിയിരിക്കുന്നത്.
അതിൽ കൂടി ഈ നോർത്ത് ഡക്കോട്ടയും മൊണ്ടാനയും, ഈ 2 സംസ്ഥാനങ്ങൾ അമേരിക്കയിലെ കൃഷി ഉൽപ്പാദനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ ഉദാഹരണമായി എടുത്താൽ അരി ഉൽപ്പാദനത്തിൽ ടോപ്പ് 5 സംസ്ഥാനങ്ങൾ എടുത്താൽ വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ദക്ഷിണേന്ത്യയിലെ ചില ജില്ലകൾ, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതിൽ കിഴക്കൻ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ എത്രത്തോളം പ്രധാനമാണോ അതേ രീതിയിൽ ദക്ഷിണേന്ത്യയിലും പ്രധാനമാണ്. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നോ ദക്ഷിണേന്ത്യയിൽ നിന്നോ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രം നികുതി വർദ്ധിപ്പിച്ചാൽ അത് എത്രത്തോളം വലിയ ആഘാതം ഉണ്ടാക്കുമോ അതേ രീതിയിലുള്ളൊരു ആഘാതമാണ് ഇപ്പോൾ അമേരിക്കയിലും ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം പോലും പുറത്ത് വലിയ വാർത്തയായി ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ അമേരിക്കൻ സെനറ്റർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇത് രാജ്യത്തിനുള്ളിൽ ഇന്റേണൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതിനാൽ വൻ വരുമാന നഷ്ടം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽപ്പനയില്ലാതെ പോയേക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കാരണം അമേരിക്കയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഈ പയർവർഗ്ഗങ്ങൾ മൊത്തത്തിൽ 10 മുതൽ 11% വരെ മാത്രമാണ്. അത് അമേരിക്കക്കാർക്ക് ഒരു കണക്കാക്കാവുന്ന നഷ്ടമാണെങ്കിലും വലിയ തോതിലുള്ള ലോസ് അല്ല. പക്ഷെ ഭാവിയിൽ ഇത് കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലും വളരെ പ്രധാനമായൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക കർഷകരുടെ ഇടയിൽ ഇതൊരു പാനിക് സിറ്റുവേഷൻ സൃഷ്ടിക്കും. അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും. ഉദാഹരണത്തിന് ഒരു കർഷകൻ 100 ചാക്ക് ഉൽപ്പന്നം സംഭരിച്ചു വച്ചിരിക്കുകയാണെന്ന് കരുതുക. അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തിയതുകൊണ്ട് പ്രതികാരമായി അമേരിക്ക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തിയാൽ ഇവർ കയറ്റുമതി ചെയ്യുമ്പോൾ കൂടുതൽ ചിലവ് ചെയ്യേണ്ടി വരും, ലാഭം കുറയും. ചില സമയങ്ങളിൽ ലാഭത്തിന്റെ ശതമാനം വളരെ കുറഞ്ഞു പോകും. ഇതെല്ലാം രാജ്യത്തിനുള്ളിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും. അതിലുപരി ഉൽപ്പന്നങ്ങൾ എന്നത് വെറും വരുമാനം മാത്രമല്ല, ഈഗോയും രാഷ്ട്രീയ അഭിമാനവും ബന്ധപ്പെട്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അമേരിക്ക മാത്രമല്ല, പലരും ഒരു കാര്യം ചിന്തിക്കണം. അമേരിക്കയെ എതിർത്ത് ഒരു രാജ്യത്തിനും ജീവിക്കാൻ കഴിയില്ല. അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ പലരും ഇങ്ങനെ ഒരു ഉദാഹരണം കേൾക്കും. 2 വിരൽ കാണിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് തൊടാൻ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ സാരമില്ല, ഓക്കെയാണ്. പക്ഷേ ഒരു വിരൽ കാണിച്ചിട്ട് ഇതിലൊന്ന് തൊടൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സാഹചര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതുപോലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഡോമിനൻസ്. ഞാനാണ് നിനക്കുമേൽ സാമ്പത്തിക തടസ്സങ്ങൾ ചുമത്തുക, ഞാനാണ് നികുതി വർദ്ധിപ്പിക്കുക, അതിനുമപ്പുറം നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ലോകം മുഴുവനും എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന നിലപാടാണ് അമേരിക്ക ഇതുവരെയും എടുത്തിരിക്കുന്നത്. അങ്ങനെയിരിക്കെ അമേരിക്ക നാശം വരുത്തി അല്ലെങ്കിൽ അമേരിക്ക നാശം വരുത്തുമെന്ന് കരുതിയ ഒരു രാജ്യം തിരിച്ച് പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് ഈ കത്ത് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നലെ റഷ്യയുമായി ബന്ധപ്പെട്ട ചില ഔദ്യോഗിക മാധ്യമങ്ങളിലും ക്രെംലിൻ ഉൾപ്പെടെയുള്ള സോഴ്സുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള പല വാർത്താ മാധ്യമങ്ങളിലും ഇത് ഒരു ടോപ്പ് ഹെഡ്ലൈനായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ അമേരിക്കയ്ക്കുമേൽ നികുതി ചുമത്തി, ഇന്ത്യ അമേരിക്ക എതിർത്തു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഒരു ബോൾഡ് മൂവ് ആണ്. പലരും 70%, 50% എന്ന നമ്പറുകൾ കേട്ടപ്പോൾ അങ്ങ് ഒതുങ്ങിപ്പോകും. പക്ഷെ ഇതിന്റെ ഗൗരവം ആരും അങ്ങനെ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഇതിൽ നമുക്കും തെറ്റുണ്ട്. ഇതുപോലൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇത്ര നാളും ഞാനും വിശദമായി സംസാരിച്ചിട്ടില്ല. അതിനാൽ ആദ്യം തന്നെ ഇക്കാര്യത്തിലൊരു സോറി ചോദിക്കാം. ജിയോ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ ഇത് ഇന്ത്യക്ക് വളരെ വലിയൊരു സ്ട്രാറ്റജിക് മൂവ് തന്നെയാണ്. രാഷ്ട്രീയം ഒഴിവാക്കി നോക്കിയാൽ പോലും ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം വളർന്നിരിക്കുന്നു. ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യയെ മുട്ടുകുത്തിക്കണമെന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം റഫേൽ യുദ്ധവിമാനങ്ങളെക്കുറിച്ചും ഇപ്പോൾ അധികം വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വന്ന അപ്ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയ്ക്ക് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ നമ്മുടെ പ്രോക്യൂർമെന്റ് കമ്മിറ്റിയും പിന്നീട് ഡിഫൻസ് മന്ത്രാലയത്തിന്റെ കമ്മിറ്റിയും ഇത് അംഗീകരിച്ച ഉടൻ അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യ പ്രതികരണം എന്താണെന്ന് അറിയണ്ടേ? F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് എല്ലാ രീതിയിലും അനുയോജ്യമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ചില നിർണായക ടെക്നോളജീസ് ഷെയർ ചെയ്യാനും തയ്യാറാണ് എന്ന്. അതായത് അതുവരെയും F-35 ഇന്ത്യ വാങ്ങണം എന്ന് അമേരിക്ക നേരിട്ട് പോലും പറയാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇത്രത്തോളം ഉയർന്നതും ഏകദേശം $36 ബില്യൺ മൂല്യമുള്ള ഒരു ഡീൽ നമ്മൾ പുറത്തു നൽകാൻ പോകും എന്ന് മനസ്സിലായപ്പോൾ അമേരിക്കയ്ക്ക് പിന്നെ ഇരിക്കാൻ സാധിച്ചില്ല. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അമേരിക്കയ്ക്ക് മുന്നിൽ തല കുനിയേണ്ടി വന്ന രാജ്യങ്ങൾ പിന്നീട് വളർന്ന് അവർക്കെതിരെ തിരിച്ചു നിൽക്കുമ്പോൾ അത് പറയാൻ പോലും അഭിമാനകരമായ കാര്യമാണ്.
ഇന്ത്യയും ഒരു കാലത്ത് അമേരിക്കയെ എതിർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 30% താരിഫ് അമേരിക്കയെ മുഴുവനായി നശിപ്പിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ 10 അടി വാങ്ങുന്നിടത്ത് ഒരടി തിരിച്ച് ശരിയായ രീതിയിൽ കൊടുത്താൽ അത് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.